ഒരാഴ്ചയ്ക്കിടയിൽ ഇത് മൂന്നാമത്തെ മരണമാണ് സംഭവിച്ചത്. അതിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എന്നെ അടക്കം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതിന് ഒരു സംഘടിതമായ പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകൂ. സ്വാഭാവികമായി വന്യമൃഗങ്ങളുടെ അറ്റാക്ക് വരുമ്പോൾ പ്രഥമ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇതിനൊരു ലോങ് ടേം സ്ട്രാറ്റജി തന്നെയാണ് ഇപ്പോൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫണ്ട്സ് പര്യാപ്തമാകണം. ഇനിയും പരീക്ഷണങ്ങൾക്ക് സമയമില്ല. ഫുൾ പ്രൂഫായി നമ്മൾ ചെയ്യുന്ന അത് ഫുൾ പ്രൂഫായിരിക്കണം. ഞാൻ പറയാൻ കാരണം ഇന്നലെ സംഭവിച്ച മരണത്തിൽ, ഇന്ന് വെളുപ്പിനെ സംഭവിച്ച മരണത്തിൽ അവിടെ ഫെൻസിങ് ഉള്ളതാണ് എന്നാണ് എനിക്ക് കിട്ടിയേക്കുന്ന പ്രാഥമിക റിപ്പോർട്ട്. ആ ഫെൻസിങ് മറികടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചേക്കുന്നത്. രാത്രി 1:30 മണിക്ക് തന്നെ അലേർട്ടും കൊടുത്തായിരുന്നു. ആനയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി അലേർട്ട് കൊടുത്തു. പക്ഷേ മനുഷ്യരെന്താ ചെയ്യും? കഥ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് മുമ്പിൽ വീട്ടുമുറ്റത്ത് ആന നിൽക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവിലെ ചാലക്കുടിയിൽ വെച്ച് ചാലക്കുടി പ്രദേശത്തെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ യോഗം നടക്കുന്നുണ്ട്. അവിടെ ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ടില്ല. അങ്ങനെ ചില വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് തിങ്കളാഴ്ച രാവിലെ അവിടെ ചെന്ന് ഒരു അവലോകന റിപ്പോർട്ടും എടുത്തതിന് ശേഷം കൂടുതൽ വ്യക്തത വരുത്താം. മാത്രമല്ല, ഞാൻ ഇന്നലെ തന്നെ കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഇടയിൽ നടന്ന കാട്ടാന ആക്രമണങ്ങളിൽ അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ നടന്ന മരണത്തെക്കുറിച്ച് ഒരു പ്രത്യേകമായി ഫാക്ട് ഫൈൻഡിങ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടത്തി എനിക്ക് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എവിടെയാണ് ഹ്യൂമൻ ഫെയിലിയർ, എവിടെയൊക്കെ സംഭവിച്ചു, അതെങ്ങനെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് തിങ്കളാഴ്ച ചാലക്കുടി അതിരമ്പള്ളി പ്രദേശത്തെ ചർച്ചയുണ്ട്. നാളെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി വയനാട്ടിൽ ഇന്ന് യോഗം വയ്ക്കുകയാണ്. അതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അവിടെ പങ്കെടുക്കുന്നുണ്ട്. തിങ്കളാഴ്ച ഞാൻ ചാലക്കുടിയിൽ യോഗം വിളിച്ചിരിക്കുകയാണ്. അവിടെ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഇത് ചെയ്യും. എനിക്കൊന്നേ പറയാനുള്ള, മാധ്യമങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ എൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല, ഒരാളുടെ കയ്യിലും ഇല്ല. ഇത് ദീർഘകാലമായി പരിഹരിക്കപ്പെടാതെ കിടന്നതിൻ്റെ വിഷയങ്ങളാണ്. ഇതിന് പരിഹാരം കാണുക എന്നുള്ളത്, പരിഹാരം ഉണ്ടാകും, പക്ഷേ അതിൻ്റെതായിട്ടുള്ള സമയം ആവശ്യമുണ്ട് എന്ന അഭ്യർത്ഥനയാണ് നിങ്ങൾ വഴി ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പൊറുതിമുട്ട് ജനങ്ങൾ വയലൻ്റായി പ്രതികരിക്കുന്നുണ്ട്, എനിക്കറിയാം. പക്ഷേ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഒരു പുതിയ ഗവൺമെൻറ് വന്ന് അവരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാനുള്ള സമയം ഗവൺമെൻറ്റിന് തരണം. അതിനകം മനുഷ്യസഹജമായിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും ഇത് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു ഡസൻ പദ്ധതികളാണ് ഈ വന്യജീവാക്രമണവുമായി ബന്ധപ്പെട്ട് വനംവകുപ്പിൽ നടപ്പിലാക്കിയത്. കുട്ടികൾ വെച്ച് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പ്രായോഗികമായില്ലെന്നാണോ ഈ നിരന്തര ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഈ ആട് പച്ചില കളിക്കുന്ന പോലല്ലല്ലോ ഇത് പോകേണ്ടത്. ഒരു വ്യക്തമായ പ്ലാനിങ്ങും ക്രിട്ടിക്കൽ ഏരിയാസിലെങ്കിലും ചെയ്യുന്ന പ്രോജക്റ്റുകൾ ഫലപ്രദമാകണം. എന്നാൽ 1-2 എണ്ണം അവർ ട്രയൽ ആൻഡ് എററായിട്ട് എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയതിൻ്റെ ശ്രദ്ധയിൽ വന്നു. അതൊരു പുതിയ ടെക്നോളജി ഉപയോഗിച്ച് വയനാട് ഇർളത്ത് ഒരു ട്രയൽ നടത്തി. അതിൻ്റെ റിപ്പോർട്ട്സ് ഈ ദിവസങ്ങളിൽ തന്നെ വന്നിരിക്കുന്നത് അത് ഇഫക്റ്റീവ് ആണെന്നാണ്. പക്ഷേ ഭയങ്കരമായി കോസ്റ്റ്ലിയാണ്. അന്നേരം തീർച്ചയായിട്ടും ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇനിയും നമുക്ക് പരീക്ഷണങ്ങൾക്ക് സമയം അല്ല, അതിൻ്റെ ഘട്ടം കഴിഞ്ഞു. ഫേം ആക്ഷനിലേക്ക് പോകണം. അതാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമുക്ക് ആനയിൽ ഒതുങ്ങാം. അല്ല, അതൊക്കെ അതാത് വകുപ്പ് ബന്ധപ്പെട്ടവരുമായിട്ട്. നഷ്ടപരിഹാരം ഇപ്പോൾ 14 ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ ഗഡു നൽകുന്നതായിരിക്കും. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു വന്യമൃഗ ആക്രമണത്തിൽ
ഒരു വ്യക്തി കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇനിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ്, എവിടെ വെച്ച് സംഭവിച്ചാൽ. അതുകൊണ്ട് ആവശ്യമുള്ള പലപ്പോഴും ആദിവാസികൾക്ക് അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പല രേഖകൾ സമർപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പലപ്പോഴും ഇത് കാലതാമസം വരുന്നു, കിട്ടാതെ പോകുന്നു, ആദ്യ ഗഡു കഴിഞ്ഞ് രണ്ടാമത്തെ കിട്ടാതെ പോകുന്നു. അതിനെല്ലാം തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആ മുൻകൈ എടുത്ത് ഒരു കൃത്യസമയത്തിനുള്ളിൽ അത് ചെയ്തു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ആക്രമണം വഴി മരണപ്പെടുന്നതോ ഇഞ്ചേർഡ് ആകുന്നതോ. അതിനാവശ്യമുള്ള രേഖകൾ തയ്യാറാക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്, അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് തീരുമാനം.